തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണം നടന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമസഭകൾ അവർക്ക് വേണ്ടി മാത്രം വിളിച്ചുകൊണ്ട് അതിനുവേണ്ടി നിങ്ങളെ നമ്മുടെ ജാനകിറാം ഓഡിറ്റോറിയത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ അവർ ഓർഡർ ചെയ്യുകയും അതിനുശേഷമാണ് നമ്മൾ 33 പേർക്ക് ഇന്നിവിടെ സഹായ ഉപകരണങ്ങൾ എത്തിച്ചിരിക്കുന്നത്. അതും നമുക്ക് അന്ന് അളവെടുക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഏകദേശം 7 പേരോളം നമുക്ക് ഇതിൻ്റെ തന്നെ കുറവായിരുന്നു. കാരണം നിങ്ങൾ വരുന്ന സമയത്ത് ഇവർ ഈ ഉപകരണങ്ങൾ കറക്റ്റ് ചെയ്ത് ആക്കുന്ന സമയത്ത് വേണം നിങ്ങളെ ഗുണഭോക്താക്കൾ കൂടെ വരാൻ. അപ്പോൾ നിങ്ങളുടെ അളവും കാര്യങ്ങളും കൃത്യമായി എടുത്താൽ മാത്രമാണ് എന്തുണ്ടാവുക, നമുക്കിപ്പോൾ ഈ സമയത്ത് നമുക്ക് അവർക്ക് എല്ലാവർക്കും കൊടുക്കാമായിരുന്നു. പക്ഷെ അതിൽ 7 പേര് അന്ന് കുറവായിരുന്നു. ആ 7 പേരെയും കൂടെ നമ്മൾ ഇന്ന് അളവെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് ഇവിടെ നവാസ് കൂടെ വന്നിട്ട് നമ്മളതിൻ്റെ ഈ ഉപകരണം വിതരണം ചെയ്യാന്ന് വെച്ചത്. കാരണം അതിനെപ്പറ്റി പറഞ്ഞു തരാൻ അവർക്കാണ് കഴിയുള്ളൂ. അത് ചെയ്യേണ്ട വിധവും ഉപയോഗിക്കേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് അവരുടെ കൂടെ ഒരു സഹായം നമ്മൾ ഇവിടെ ആക്കുകയും നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്രാമസഭകളൊക്കെ വരുമ്പോൾ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് പ്രത്യേകം ഗ്രാമസഭ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ എന്താണോ ആവശ്യം അതനുസരിച്ച് ആ ഗ്രാമസഭയിൽ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ വരുന്ന സമയത്ത് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ കൂടുതലും ഗ്രാമസഭകൾ ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ഗ്രാമസഭകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ പങ്കാളിത്തം. വൈസ് പ്രസിഡന്റ് ഷലീൽ അധ്യക്ഷനായി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങൾ യഥാസമയം പരിശോധനകൾ പൂർത്തീകരിച്ചുകൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ അവസാന വാർഷിക പദ്ധതി രൂപീകരണ സമയത്താണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇനി വയ്ക്കുന്ന പദ്ധതി ഒരുപക്ഷെ എന്നല്ല, മിക്കവാറും ഇനി വരുന്ന ഭരണസമിതിക്കായിരിക്കും അത് വിതരണം ചെയ്യാൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വാർഷിക പദ്ധതി പരമാവധി ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അറിയിപ്പുകൾ കൊടുത്ത് അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം ഇവിടെ നിറവേറ്റുകയാണ് ഈ യോഗം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 33 പേർക്ക് 5,95,000 രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ വിതരണം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു അത് കൊടുക്കുക എന്നതല്ല. അത് ആ ഉപകരണം കൊണ്ട് അവർക്കുണ്ടാകുന്ന ഒരു ചെറിയ സന്തോഷമെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഈ പൈസ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മഹത്തായ പ്രവർത്തനമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അതിന് ക്ഷേമകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വാർഡ് മെമ്പർമാരായ ഹസനാർ, ഗോപി, ICDS സൂപ്പർവൈസർ സ്മിത എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് നന്ദി അർപ്പിച്ചും സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ പഞ്ചായത്തുകൾക്കും ഇത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണം സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ ബോർഡാണ് നടപ്പിലാക്കി വരുന്നത് എന്നതുകൊണ്ട് യഥാസമയം ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് നമ്മളെ പോലെ തന്നെ മറ്റു പഞ്ചായത്തുകൾക്ക് കഴിയാറില്ല. അപ്പം മെഡിക്കൽ ക്യാമ്പിൽ തിരഞ്ഞെടുത്ത പഞ്ചായത്തിലെ 33 ഗുണഭോക്താക്കൾക്ക് അവർക്കാവശ്യമായ സഹായ ഉപകരണങ്ങളുടെ വിതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആദ്യം 5 ലക്ഷം രൂപ വകയിരുത്തി, പിന്നെ സഹായ ഉപകരണങ്ങളുടെ ശുപാർശ ലഭിച്ചത് പ്രകാരം കിട്ടിയ പ്രൈസ് ലിസ്റ്റ് പ്രകാരം 6,38,000
254 രൂപ വരും എന്നറിയിച്ചതിനെ തുടർന്ന് അത്രയും തുക വകയിരുത്തുകയും പ്രൈസ് ലിസ്റ്റ് സാധനം നടക്കുമ്പോൾ കിട്ടിയതനുസരിച്ച് 5,95,409 രൂപയുടെ സഹായ ഉപകരണങ്ങളാണ്. ന്യൂസ് ഡെസ്ക് CCV.